എൻ്റെ പച്ചക്കറി തൈകൾക്ക് എല്ലാത്തിനും ഞാൻ ഓർഗാനിക് വളമാണ് കൊടുക്കാറ്. കൂടുതലായിട്ടും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വേസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വളങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഈ തക്കാളിയിൽ നിറയെ കായ പിടിക്കാൻ കാരണം ഇതുപോലുള്ള ഓർഗാനിക് വളങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്നുള്ളത് കാണിച്ചു തരാം. ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. ആഴ്ചയിൽ 2 ദിവസം മാത്രം ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കട തൊടാതെ ചെടിയുടെ ചുറ്റും ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇനി വേണ്ടത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നമ്മൾ പുളിപ്പിച്ച് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം എടുക്കുക. കഞ്ഞിവെള്ളം ഒരു ദിവസം മാറ്റി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ 2 കപ്പ് കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട്. 2 കപ്പ് കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. വേറെ ഒന്നല്ല, ഇറച്ചി കഴുകിയ വെള്ളം വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണിത്. അതായത് നമ്മളിപ്പോൾ ഇറച്ചി കഴുകുമ്പോൾ കിട്ടുന്ന വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് കരടുകളൊന്നും ഇല്ലാതെ അരിച്ചെടുത്തിട്ട് ഒരു ചെറിയ അച്ച് ശർക്കര ഈ ഒരു വെള്ളത്തിലേക്ക്, ഇറച്ചി കഴുകിയ വെള്ളത്തിലേക്ക് പൊടിച്ചിട്ടിട്ട് 2 ദിവസം നമ്മൾ അതൊന്ന് മാറ്റി വെക്കും. 2 ദിവസം കഴിയുമ്പോഴേക്കും നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് അത് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി 1 കപ്പ് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 3 കപ്പ് നോർമൽ വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇറച്ചി കഴുകുന്ന വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് കഞ്ഞിവെള്ളവും 1 കപ്പ് ഇറച്ചി കഴുകിയ വെള്ളം ഉപയോഗിച്ചുണ്ടാക്കിയ ലിക്വിഡ് ഫെർട്ടിലൈസറും പിന്നെ 3 കപ്പ് സാധാരണ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, തക്കാളി തൈയുടെ ചുറ്റുമുള്ള മണ്ണുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി തൈയുടെ കട തൊടാതെ ചുറ്റും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഫെർട്ടിലൈസർ ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും ഇലകളിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇലകളിൽ ഒഴിച്ചു കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലീഫിലൊക്കെ ഫംഗസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇലകളിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. തൈയുടെ ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കട തൊടാതെ ചെടിയുടെ ചുറ്റും മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്താൽ നല്ല കായ്ഫലം ഉണ്ടാവും. തക്കാളി തൈക്ക് ആഴ്ചയിൽ 2 ദിവസം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒപ്പം തന്നെ ഇതിൽ വെള്ളം ഒഴിക്കാൻ മറക്കരുത്. വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നേർപ്പിക്കാതെ ഒഴിച്ചു കഴിഞ്ഞാൽ ചെടികൾ എന്തായാലും അത് കരിഞ്ഞു പോവുക തന്നെ ചെയ്യും. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഡയലൂട്ട് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെടികളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തക്കാളിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ തരം പച്ചക്കറികൾക്കും ഇത് നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന വെള്ളങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് തരുന്നത്.